എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോഴുണ്ട് ഇതാ ഒരു മാവിൻ്റെ കൊമ്പ് പൊട്ടി വീണിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ ഒട്ടും കുറവില്ല മഴയ്ക്കൊന്നും. അപ്പോൾ രാവിലെ ഞങ്ങളിതാ മഴയൊക്കെ നോക്കി ഇങ്ങനെ മുറ്റത്തൂടെ ഒന്ന് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴക്കാഴ്ചകളെല്ലാം നിങ്ങൾക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുട്ടികളെല്ലാം നല്ല സന്തോഷത്തിലാണ്. മഴ പെയ്തതിൻ്റെ ഒരു സന്തോഷമാണ് എല്ലാവർക്കും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും കൂടെ റെസിപ്പീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ടുള്ള കറിക്ക് കടലയും കൂടെ വേവിക്കാനായിട്ടൊരു കുക്കറിൽ വെച്ചിട്ടുണ്ട്. കടല വേവിക്കാനായിട്ട് വെക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. കടല നന്നായിട്ട് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ പൊടി കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. നല്ല തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഇടിയപ്പത്തിനുള്ള പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പാക്കറ്റിൽ കിട്ടുന്ന ഇടിയപ്പത്തിനുള്ള പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുത്ത വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പൊടി കുഴച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. കാരണം നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓരോ പൊടിക്കും അനുസരിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. വെള്ളം അധികം കൂടി പോകാതെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. പൊടി നന്നായിട്ട് നനഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. ഒന്ന് കൈ തൊടാൻ പറ്റുന്ന ചൂടാകുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടും. ഇപ്പോൾ മാവ് കുറച്ച് ചൂടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന അത്രേ ചൂടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഇടിയപ്പം കിട്ടും. ഇവിടെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ തൂവി കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ പ്ലെയിനായിട്ട് ഉള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലാണ് ഞാൻ ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റിൽ 4 ലെയറായിട്ട് വരുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെ 4 എണ്ണം വെച്ച് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ തന്നെ മാവിന് കുറച്ച് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ചൂടോടെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാൻ കിട്ടും. അപ്പോൾ ഒരുപാട് മാവ് തണുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹാർഡായിരിക്കും ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാ ഇടിയപ്പവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് ആവി വെച്ച് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സവാളയും 2 തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഈ കടലക്കറി നമ്മളിവിടെ വറുത്തരച്ച കടലക്കറിയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ഗ്രാമ്പും 1/2 ടീസ്പൂണിൻ്റെ അളവിൽ കുരുമുളക്, 1/4 ടീസ്പൂണിൻ്റെ അളവിൽ ചെറിയ ജീരകം, 1/2 ടീസ്പൂണിൻ്റെ അളവിൽ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. പിന്നെ 2-3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇതിലേക്ക് ചേർക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നിങ്ങൾ മല്ലിക്ക് പകരം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ മുളക് പൊടിൻ്റെ ഒപ്പം തന്നെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ തേങ്ങ വറുത്തത് നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം കടുകും കൂടെ വറുത്ത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് വരാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ജീവനുള്ള വരാലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കി അതിനെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ചിന് ഇന്ന് കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ടൊരു ചെറിയ ജാറിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുറച്ച് കുരുമുളകും ജീരകവും ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കാം. അപ്പോൾ ഈ അരച്ച ഈ മസാല ഈ മീൻ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ഒരു 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് ചെറിയുള്ളിയും 2-3 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും
1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏറ്റവും ഫസ്റ്റ് ഇട്ട വീഡിയോ ഈ മീൻകറിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് അധികം ആരും കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കാണണം. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ മറ്റോ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. അപ്പോൾ നമുക്ക് എത്ര പുളിയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള വാളംപുളി പിഴിഞ്ഞതിൻ്റെ ജ്യൂസും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങളും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മീൻ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ കറിയിലേക്ക് മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മീനൊന്നും പൊടിഞ്ഞു പോകാതെ സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങൻ്റെ 1/4 പാല്, ഒരു അരമുറി തേങ്ങൻ്റെ 1/4 പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മീൻ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകരുത് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി അധികം തിളയ്ക്കരുത്. സൈഡിൽ നിന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് കടുകും കൂടെ വറുത്ത് ചേർത്താൽ മതി. അപ്പോൾ കടുക് വറുക്കുമ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ലഞ്ചിൻ്റെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ മസാല പുരട്ടി വെച്ച മീൻ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മസാല എല്ലാം പിടിച്ച് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മസാല നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർ ഈ മസാല അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂണിൻ്റെ അളവിൽ പെരിഞ്ജീരകവും കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇന്നത്തെ ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇന്ന് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാഴക്കയപ്പത്തിൻ്റെ സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ മാത്രം ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി നല്ല കറക്റ്റായിരുന്നു. ഇനി ഇതുപോലുള്ള ഒരു വാഴയ്ക്ക നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് സ്ലൈസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്ററിൽ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിൽ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എങ്കിലും ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കും നമ്മളിവിടെ റെഡിയാക്കി. ഇന്നത്തെ എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ആൻഡ് താങ്ക് യു.